കഴിഞ്ഞ ദിവസം മലയാളികൾ എല്ലാവരും കേട്ടൊരു സന്തോഷ വാർത്ത. 16 വർഷങ്ങൾക്ക് ശേഷം കൊച്ചിൻ ഹനീഫയുടെ കുടുംബം സ്വന്തമായൊരു വീട്ടിൽ താമസം തുടങ്ങി എന്നതാണ്. അതായത് 16 വർഷങ്ങളായി കൊച്ചിൻ ഹനീഫ മലയാള സിനിമയെ വിട്ടുപോയിട്ടും ഫാസില എന്ന കൊച്ചിൻ ഹനീഫയുടെ ഭാര്യയെ വിട്ടുപോയിട്ടും അന്നു മുതലുള്ള ആഗ്രഹം തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അവരെ ഇതുവരെ എത്തിച്ചത് എന്നത് തന്നെയാണ് സത്യം. അവരോടൊപ്പം ഒരുപാട് പേർ ഒപ്പം ഉണ്ടായിരുന്നുവെങ്കിലും കൊച്ചിൻ ഹനീഫയുടെ ഒരു ഭാഗ്യം തന്നെയായിരുന്നു ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ടുള്ള ഫാസില ഹനീഫയും 2 ഇരട്ടക്കുട്ടികളായിട്ടുള്ള മർവയും സഫയും. 2010 ഫെബ്രുവരി 2 കൊച്ചിൻ ഹനീഫ മരിച്ചത്. ശരിക്കും പറഞ്ഞാൽ ഈ 16 വർഷത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ വീട് പണിയുമ്പോൾ അത്രയേറെ സന്തോഷത്തോടെ തന്നെയാണ് ഇപ്പോൾ എല്ലാവരും നിൽക്കുന്നത്. എല്ലാവരും ചടങ്ങ് സഹിതം തന്നെയാണ് നടത്തിയത്. രാവിലെ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചു, അതിനുശേഷം അവിടെ എത്തി. കൊച്ചിൻ ഹനീഫ AB മൻസിൽ എന്ന് പേരിട്ടിരിക്കുന്ന ആ സ്വപ്ന ഭവനത്തിലേക്ക് എല്ലാവരും കാലെടുത്ത് വെച്ച് ചടങ്ങുകൾ നടത്തി പാലുകാച്ചി. മേൽനോട്ടം വഹിക്കാനായി ഫസിലയുടെ സഹോദരൻ അടുത്തു തന്നെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും ചുക്കാൻ പിടിക്കാനും ഓടി നടക്കാനും ദിലീപ് രാവിലെ തൊട്ടേ ആ വീട്ടിലുണ്ടായിരുന്നു. കൊച്ചു വല്ലറ്റെടുത്ത തറവാട്ടിൽ AB മുഹമ്മദിൻ്റെയും ഹാജറയുടെയും മകനായി ജനിച്ച നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട കൊച്ചിൻ ഹനീഫയ്ക്ക് എന്തെങ്കിലും വീട് വയ്ക്കുമ്പോൾ തൻ്റെ വാപ്പാവിടെ പേരിൽ തന്നെ വയ്ക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് മറക്കാതെ കാത്തു സൂക്ഷിച്ച ഫാസില അദ്ദേഹത്തിന് വേണ്ടി ഇപ്പോൾ പണിത വീട്ടിൽ AB മൻസിൽ എന്നാണ് പേരിട്ടിരിക്കുന്നത്. കൊച്ചിൻ ഹനീഫാസ് AB മൻസിൽ അവിടെ എറണാകുളത്ത് തന്നെ വയ്ക്കണമെന്നതും കൊച്ചിൻ ഹനീഫയുടെ ആഗ്രഹമായിരുന്നു. ഒരു ചുവര് നിറയെ അദ്ദേഹത്തിന് സമ്മാനങ്ങൾ ലഭിച്ചത് വച്ചിരിക്കണമെന്നും മറു ചുവരിലെല്ലാം അദ്ദേഹത്തിൻ്റെ ഓർമ്മചിത്രങ്ങൾ വയ്ക്കണമെന്നും ആഗ്രഹമായിരുന്നു. അതുപോലെ 3 മുറികൾ, അതിലും നന്നായി ഗംഭീരമായി അലങ്കരിച്ച ഹോള്, അതെല്ലാം കൊച്ചിൻ ഹനീഫയുടെ ആഗ്രഹമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളും അദ്ദേഹത്തിൻ്റെ ട്രോഫികളും കൊണ്ട് ആ വീട് നിറഞ്ഞിരിക്കുന്നു. മക്കൾക്ക് വേണ്ടി സൗകര്യമായ 2 മുറികൾ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഒരാൾ CAയും ഒരാൾ CS ഇപ്പോൾ പഠിക്കുന്നു. 18 വയസ്സ് തികഞ്ഞ 2 പേരും ഇപ്പോൾ കോളേജ് പഠനകാലത്താണ്. ഇത്രയും നാളും വൈകിയത് സ്വത്തിൻ്റെ കാര്യവും അതുപോലെ തന്നെ അവർ കുട്ടികൾ 18 വയസ്സാകണമെന്നുള്ളതും അതനുസരിച്ച് മാത്രമേ മുൻപോട്ട് പോകാനാകുകയുള്ളൂ എന്നൊരു കാര്യം കൂടി ഉണ്ടാണ്. അല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഇതിനു മുൻപേ തന്നെ അവർ ഒരു വീട് വെച്ച് സുഖമായി തന്നെ താമസിച്ചേനെ എന്നത് ഉറപ്പാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ 16 വർഷം മുൻപ് കൊച്ചിൻ ഹനീഫ ബാക്കി വെച്ചൊരു വലിയ സ്വപ്നം ഒടുവിൽ യാഥാർത്ഥ്യമായതിൻ്റെ സന്തോഷത്തിലാണ് എല്ലാവരും. അപ്രതീക്ഷിതമായ വിയോഗത്തിൽ ഭാര്യ ഫാസിലയും ഇരട്ടമക്കളായ സഫയും മർമയും വളരെയധികം വാടക വീട്ടിൽ കഷ്ടപ്പെട്ടിരുന്നു. ഹനീഫയുടെ സമ്പാദ്യം നിയമ നടപടികൾ പൂർത്തിയായ ശേഷം മക്കൾക്ക് ലഭിച്ച സ്വത്തും ഉപയോഗിച്ചാണ് പുതിയ വീട് നിർമ്മിച്ചത്. 3 നിലകളിലായിട്ട് 5 ബെഡ്റൂമുകളുള്ള വീടിന്റെ ഇന്റീരിയർ ഡിസൈൻ നിർവഹിച്ചത് സഫയും മർവയും തന്നെയാണ്. ഹനീഫ വിട പറയുമ്പോൾ വെറും 4 വയസ്സായിരുന്നു ഇരുവർക്കുടെ പ്രായം. മക്കളെ CAയും CMSും പഠിപ്പിക്കണമെന്നുള്ള അദ്ദേഹത്തിന്റെ ആഗ്രഹമായിരുന്നു എന്ന് പറഞ്ഞു. ഭർത്താവിന്റെ വിയോഗത്തിന് ശേഷം തലശ്ശേരിയിലേക്ക് മടങ്ങാൻ ബന്ധുക്കൾ ആവശ്യപ്പെട്ടപ്പോൾ പോലും കൊച്ചിൻ ഹനീഫയുടെ ഭാര്യ ഫാസില പോയിരുന്നില്ല. അദ്ദേഹം ഉറങ്ങുന്ന മണ്ണ് കെട്ടിപ്പിടിച്ച് അവരെ ഇരിക്കുകയായിരുന്നു ഫാസിലയും 2 ഇരട്ടക്കുട്ടികളും. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തൂ.